ഒരു ഹോം മെയ്ഡ് പിസ്സ റെസിപ്പി നോക്കാം. ഹാഫ് സവോള, 3 ഡിഫറെൻറ്റ് കളർ ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ കുറച്ച് പനീറും കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് എടുത്ത് വെച്ചതാണിത്. പിന്നെ 1 കപ്പ് ഷ്രെഡഡ് മോസറില്ല ചീസ് വേണം. പിന്നെ ഇത് കുറച്ച് ഒലീവ്സ് ആണ്. ഇനി ഒരു ബൗൾ എടുക്കുക, 1/4 കപ്പ് വാം വാട്ടർ എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ ഷുഗർ, 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലെ പൊങ്ങി വരും. ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കണം. ഞാൻ 1 കപ്പ് മൈദ 1 കപ്പ് ഗോതമ്പ് പൊടി അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് ഈ മാവ് ഉണ്ടാവുക. കുഴക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവി കുഴച്ച് കഴിഞ്ഞാൽ ആ ഒട്ടിപ്പിടിക്കലൊന്ന് ഒഴിവായി കിട്ടും. അതിനുശേഷം മാവ് നമുക്കിതുപോലെ മൂടി ഒരു 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം. ഇനി പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു 6 വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഒരു ചെറിയ സവോള ക്രഷ് ചെയ്തതും ഇട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഹാഫ് തക്കാളി ചെറിയ പീസസ് ആക്കിയിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ഇതുപോലെ ആയി വരുമ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒറിഗാനോ 1 ടീസ്പൂണോളം ഇട്ട് ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് മാവ് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ കുഴച്ച് 2 പോർഷനാക്കി എടുക്കാം. ഇനി പിസ്സ ട്രേയിലേക്ക് കുറച്ച് പൊടി തൂക്കി കൊടുക്കുക. നമ്മൾ 1 പോർഷൻ മാവെടുത്ത് ഇതുപോലെ നന്നായി പരത്തിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളെ പിസ്സ സോസ് എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒലീവ്സ്, പനീർ, കട്ട് ചെയ്ത് വെച്ച സവോള, 3 കളർ ക്യാപ്സിക്കം 3 കളർ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു കളർ ഉണ്ടായാലും മതി. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ, ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഷ്രെഡഡ് ചീസും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് വിതറിയതിന് ശേഷം കുറച്ച് ഒറിഗാനോ പൗഡറും കൂടെ മേലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓവൻ ഇല്ലെങ്കിലും ഒരു പാനിൻ്റെ മേലേക്ക് ഈ ഒരു ട്രേ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിം വെച്ച് ഒരു 20 to half an hour വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.